നമസ്കാരം. രാശിചക്രത്തിലെ 9ാമത്തെ രാശി, അതായത് കാലപുരുഷന്റെ ഭാഗ്യഭാവം എന്ന് പറയുന്ന രാശി 240 ഡിഗ്രി മുതൽ 270 ഡിഗ്രി വരെ കിടക്കുന്ന മനോഹരമായിട്ടുള്ള രാശി. അശ്വവും വില്ല് കുലച്ചു നിൽക്കുന്ന മനുഷ്യനും, പകുതി കുതിരയാണ്, കുതിരയിൽ നിന്നും മുകളിലേക്ക് വില്ല് കുലച്ചു നിൽക്കുന്ന മനുഷ്യന്, അത് പുറമോട്ടാണ് കുലച്ചു നിൽക്കുന്നത്. ഗുരുവിൻ്റെ മൂലത്രികോണ രാശിയാണ്. ആദ്യത്തെ 10 ഡിഗ്രി എന്ന് പറയുന്നത് മൂലത്രികോണവും അതിനുശേഷം പിന്നുള്ള 20 ഡിഗ്രി, ആ രാശിയുടെ ലാസ്റ്റത്തെ 20 ഡിഗ്രി സ്വക്ഷേത്രമായിട്ടും വർക്ക് ചെയ്യും. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ പാദം ചേരുന്നതാണ് ഈ രാശി. ദ മോസ്റ്റ് പവർഫുൾ, എൻത്യൂസിയാസ്റ്റിക് ആൻഡ് അഡ്വഞ്ചറസ് ആയിട്ടുള്ള രാശി. ഗംഭീരമായിട്ട് പേഴ്സണൽ ഫ്രീഡത്തെ ഇഷ്ടപ്പെടുന്ന രാശി, സ്പിരിച്വാലിറ്റിയെ ഇഷ്ടപ്പെടുന്ന രാശി, ഭാഗ്യത്തെയും ദൈവാധീനത്തെയും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അനുഭവവേദ്യമാകുന്ന ആൾക്കാർ ജനിക്കുന്ന രാശി. ലഗ്നമായിട്ട് വരുന്നവർക്കാണ് ഈ ഫലം കൂടുതലായിട്ട് വരുന്നത്. ഒരിക്കലും മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ ആദ്യപാദക്കാരെ എടുക്കരുത്. ഇത് ലഗ്നമായിട്ട് വരുന്നവർക്ക് പൊതുവെ ഈ ഫലം വരും, വ്യാഴവും കൂടെ ബലപ്പെട്ടാൽ. ഉഭയരാശിയാണ്, ചരവുമല്ല സ്ഥിരവുമല്ലാത്ത എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കാവുന്ന രാശിയാണ്. ഫയറാണ്, അഗ്നിരാശിയാണിത്. 9ാം ഭാവത്തിൻ്റെ വീഡിയോ പറയുന്നിടത്ത് പോയിട്ട് നമ്മൾ നമ്മുടെ പ്ലേലിസ്റ്റുകൾ പരിശോധിക്കണം. എപ്പോഴും പ്ലേലിസ്റ്റുകളിൽ ഭാവചിന്തയിൽ 9ാം ഭാവത്തിൻ്റെ വീഡിയോ പറയുന്നത് മൊത്തവും കേൾക്കണം. 9ാം ഭാവത്തിന് പറയുന്ന എല്ലാ ക്വാളിറ്റികളും ഇണങ്ങുന്ന രാശിയാണ് ധനുരാശി. ദ്വന്ദ്വ സ്വഭാവം, 2 തരത്തിലുള്ള സ്വഭാവങ്ങൾ, വളരെ സാത്വികമായിട്ടും കാര്യങ്ങളെ ഡീൽ ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയും, മറ്റൊരു സൈഡിൽ വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു നേച്ചറുമുള്ള ആൾക്കാർ. ദ ഫിലോസഫർ, ഒരുപാട് ഫിലോസഫികൾ സംസാരിക്കുന്ന ആൾക്കാർ, അന്വേഷിക്കുന്ന ആൾക്കാർ, ഫിലോസഫികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. ദ ഫാദർ, ദ ഡിവൈൻ ഫാദർ എന്ന് വേണേൽ പറയാം, 9ാം ഭാവം ആയതുകൊണ്ട്. അതായത് ഫാദർലി നേച്ചർ ഉള്ള രാശിയാണ്, അല്ലെങ്കിൽ ഫാദർലി നേച്ചർ ഉള്ള ആൾക്കാരാണ്. കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാനുള്ളൊരു കഴിവുള്ളവരാണ് ഇവർ. ആത്മവിശ്വാസം, വളരെ എനർജറ്റിക് ആയിട്ട് കാര്യങ്ങളെ ഏറ്റെടുത്ത് ചെയ്യാനുള്ള കഴിവ്, അതുപോലെ തന്നെ ഫ്രീഡത്തോട് ഒരുപാട് താല്പര്യമുള്ള ഒരു ജിപ്സി ടൈപ്പ് ആറ്റിറ്റ്യൂഡുകൾ, ഒരുപാട് സ്വതന്ത്രമായിട്ട് നടക്കാനുള്ള ഇഷ്ടം, അതുപോലെ തന്നെ കസ്റ്റം ഇതിൽ നിന്നും മാറി സഞ്ചരിക്കാനൊക്കെയുള്ള, അതായത് എക്സ്പ്ലോറിങ് ബിയോണ്ട് കൾച്ചർ, അതായത് കൾച്ചർ ഉണ്ടാവും, അല്ല ഇവരുടെ കൾച്ചറിനോടൊക്കെ ഇവർക്ക് താല്പര്യം ഉണ്ടാവും, പക്ഷേ അതിൽ നിന്നും കുറച്ച് എക്സ്ട്രീമായിട്ട് അല്ലെങ്കിൽ ബിയോണ്ടായിട്ട് സാധാരണ കാണുന്നതിനും മുകളിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരിഷ്ടം. അതേസമയം തന്നെ ഇവർ വളരെ ഫിലോസഫിയും, അതായത് ഒരു ഫിലോസഫിക്കൽ നേച്ചർ ഉള്ളവരായിരിക്കും ഇവർ. അതേപോലെ തന്നെ ഈ രാശിക്കാർക്ക് വ്യാഴം ബലപ്പെട്ടാൽ 5ലോ 9ലോ കേന്ദ്ര ത്രികോണങ്ങളിലോ ഒക്കെ നിൽക്കുകയും ലഗ്നവുമായിട്ട് ഏതെങ്കിലും തരത്തിലൊക്കെ സ്വാധീനിക്കുകയൊക്കെ ചെയ്താൽ ഉറപ്പിച്ചോ സ്പിരിച്വൽ ആയിരിക്കും, ഉറപ്പാണത്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു രാശിയും കൂടാണ് സാജിറ്റേറിയസ്. കാരണം എൻ്റെ ജീവിതത്തിൽ, ഈ ജന്മത്തിൽ എൻ്റെ നല്ല സുഹൃത്തുക്കളായിട്ട് വന്നവർ, അത് ഇന്നും നിലനിൽക്കുന്ന വളരെ ചുരുക്കം ചില ആൾക്കാരേ ഉള്ളൂ. എനിക്ക് ഒരിക്കലും മറക്കാനൊക്കാത്ത എൻ്റെ വളരെ വേണ്ടപ്പെട്ട ചില വ്യക്തിത്വങ്ങൾ, അവരെൻ്റെ സുഹൃത്തുക്കളായി, അല്ലെങ്കിൽ ഈ ജന്മത്തിൽ അവരെനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ അവരോടൊപ്പം ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. അങ്ങനെയുള്ള 2-3 പേര് ജനിച്ച രാശിയാണ്, അവരുടെ ലഗ്നം ഈ രാശിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പേഴ്സണലി എനിക്ക് വളരെ ഫേവറേറ്റ്. ഈ 3 പേർക്കും ഒരേപോലെ ഈ പറഞ്ഞ ക്വാളിറ്റികൾ ഉണ്ട്. വളരെ സ്പിരിച്വലാണ് അവർ, പക്ഷേ പുറമേ കാണത്തില്ല. വളരെ എന്നറിയാം സ്പിരിച്വലാണ്, നല്ല ആൾക്കാരാണ്, പക്ഷേ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാനുള്ള കഴിവ്, വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്വഭാവം, യാത്രകൾ ചെയ്യാനുള്ള സ്വഭാവം, ഫ്രീഡം ആയിട്ടുള്ളത്, പിന്നെ ശക്തമായിട്ടുള്ള ഹ്യൂമർ സെൻസ്. ഇവർ ഈ രാശിക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ നന്നായി തമാശ പറയാൻ പറ്റിയില്ലെങ്കിൽ ഇവർ നന്നായിട്ട് ആസ്വദിക്കുകയും ചെയ്യും. അതിലൊരു സംശയവും വേണ്ട. അതുപോലെ തന്നെ ഇവർക്ക് കണ്ടിട്ടുള്ള ഒരു വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇവർക്ക് വിഷമങ്ങൾ വളരെ ടെമ്പററി ആണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു ആർച്ചറല്ലേ, അതായത്
വില്ല് കൊലച്ച് നിൽക്കുന്നതാണ്. പുറമോട്ട് കുതിരയാണ് ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കുതിരയുടെ പകുതിയിൽ നിന്നുകൊണ്ട് കൊലച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു ആർച്ചറിനെ സംബന്ധിച്ചിടത്തോളം, ഒരു യോദ്ധാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിഷമങ്ങൾ നൈമിഷികങ്ങളാണ്. അവന് ആ വിഷമം കുറച്ചു നേരം മതി, അതിനുശേഷം അവൻ ജീവിതത്തെ പൊരുതാനായിട്ട് ഇറങ്ങും. അതുതന്നെയാണ് ഇവരിൽ പ്രധാനമായിട്ടും കണ്ടിട്ടുള്ളൊരു ക്വാളിറ്റി. ഓക്കെ, കഴിഞ്ഞു, മുന്നോട്ട് പോവാം എന്നുള്ളൊരു രീതിയിൽ മറ്റുള്ളവർ നന്നായിട്ട് സമാധാനിപ്പിക്കും. ഇവരെ കണ്ട് നമ്മൾ സമാധാനിച്ചു. വലിയ വലിയ പ്രശ്നങ്ങളുമായിട്ട് പോകുമ്പം നമ്മളെക്കാട്ടിലും വലിയ പ്രശ്നങ്ങൾ ഇവർ ഏറ്റെടുത്ത് ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവർക്കിതെങ്ങനെ സാധിക്കുന്നു. ചിരിച്ചുകൊണ്ട് പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുന്ന അനവധി സജിറ്റേറിയസ് അസെൻഡൻറ്റിൽ ജനിച്ചവരെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളും അന്വേഷിച്ചാൽ കാണാൻ പറ്റും. വിധിയിൽ ഉള്ള വിശ്വാസം, ഫെയ്ത്തിൽ, വിധിയിലുള്ള വിശ്വാസം, ഇവർക്കൊരു വിവേകമുണ്ട്. ആ വിവേകം എപ്പോഴും ഇവരുടെ രക്ഷാകവചമായിട്ട് നിങ്ങൾ സൂക്ഷിക്കണം. അതുപോലെ തന്നെ ജീവിതയാത്രകൾ മുന്നോട്ട് പോകുന്ന സമയത്ത് പരിചയപ്പെടുന്ന പലരുടെയും മുഖം അല്ലെങ്കിൽ അവരുടെ മനസ്സെന്ന് പറയുന്നത് നിഷ്കളങ്കതയുടെ ഒരു മുഖംമൂടി ഇട്ടിട്ടായിരിക്കും നിങ്ങളോട് ഇടപെടുന്നത്. അങ്ങനെ ഇടപെട്ടാൽ അതിൽ വീണു പോയാൽ യുദ്ധക്കളത്തിലെ ചതിക്കുഴിയിൽപ്പെട്ട് മരിച്ചു പോകുന്ന യോദ്ധാവിനെ പോലെ ആയിപ്പോൾ നിങ്ങൾ തളർന്നു പോകും. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ആയുധങ്ങളേറ്റ്, ശരങ്ങളേറ്റ്, വാക്കുകൾ ശരങ്ങളാണ്. ജീവിതം എന്ന് പറയുന്ന ഒരു യുദ്ധമാണ്. അവിടുത്തെ യോദ്ധാവ് പ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടികൾ നിമിത്തം തളർന്നു പോകുന്ന യോദ്ധാവായി മാറാതിരിക്കാൻ ഈ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. 7ാം ഭാവാധിപൻ 4ൽ നീചനായതുകൊണ്ട് തന്നെ 7ാം ഭാവാധിപമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടുകച്ചവടം, അതുപോലെ തന്നെ 7ാം ഭാവമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും 4ുമായിട്ട്, അതായത് സുഖഭാവമാണ് 4ുമായിട്ട് എപ്പോഴും എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് ഈ 7ഉം 4ഉം തമ്മിലുണ്ടാകും. ഒന്നിൽ അമ്മ ഭാര്യ, അമ്മ, അല്ലെ അമ്മ കുടുംബം, അമ്മ ഭാര്യയുടെ കുടുംബം, ഇങ്ങനെ അല്ലെ ഭർത്താവിൻ്റെ കുടുംബം, തിരിച്ച് അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് നിമിത്തം എന്നും ഒരു മാനസിക സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിന്നൊരു സുഖമില്ലാതെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പോലൊരു ഫീല്, ഇങ്ങനെയൊക്കെ വരാം ഇവർക്ക് കേട്ടോ. ഇവർ എക്സ്ട്രീംലി ഒപ്റ്റിമിസ്റ്റിക്കാണ്. അതുപോലെ തന്നെ പോസിറ്റീവ് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, 1 by 1 ആയിട്ട് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു ഫ്ലോ പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെല്ലാം കവർ ചെയ്താൽ ഇതൊക്കെ ജുജുബി അല്ലേ എന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു കഴിവ്. വളരെ ഫോക്കസ്ഡ് ആണ് ഇവർ കരിയറിലും ഇവർ ഏറ്റെടുക്കുന്ന കാര്യങ്ങളുമൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്തു തീർക്കാനും ആത്മാർത്ഥതയോടെ ചെയ്തു തീർക്കാനും കഴിവുള്ളവരാണ് ഇവർ. വളരെ കമ്പാഷനേറ്റഡ് ആണ്, റിലീജിയസ് ഓറിയൻറ്റഡ് ആണ്. തമാശകളെയും സാഹചര്യങ്ങളിലുള്ള അവസ്ഥകളെയൊക്കെ മനസ്സിലാക്കി ഇടപെടാനും സംസാരിക്കാനും എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന ആൾക്കാരായി മാറാനും ഒക്കെ കഴിവുള്ളവരാണ്. വളരെ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നവരാണ്. ലോയൽ ലവറാണ്. തൻ്റെ കാമുകിയോടോ കാമുകനോടോ വളരെ ലോയലായിട്ടിരിക്കാൻ താല്പര്യമുള്ളവരാണ്. പ്രത്യേകിച്ച് ശുക്രനും 7ാം ഭാവാധിപനായ ബുധനും ചന്ദ്രനും ഒക്കെ പിഴച്ചു നിന്ന് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഇത് പക്ഷേ എനിക്ക് പരിചയമുള്ളവർക്കെല്ലാം ഈ ഗ്രഹങ്ങളൊക്കെ നല്ല സ്ഥാനത്ത് തന്നെയാണ്. വ്യാഴം നല്ല സ്ഥാനത്തുമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഇവരിലെല്ലാം ഒരേപോലെ കാണുന്ന ക്വാളിറ്റിയാണ് ഞാൻ ഈ പറയണേ. അതുപോലെ തന്നെ ഇവരുടെ വിഷണറി പവർ, ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഗ്രാഹ്യം, അതിൻ്റെ ഒരു പവർ, വിഷണറി, അതിനൊരു ലിമിറ്റില്ല, ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. റൂൾസും കാര്യങ്ങളും ഒക്കെ ബ്രേക്ക് ചെയ്യുന്നവരാണ്. വളരെ കാമായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നവരാണ്. ഫ്രസ്ട്രേറ്റഡ് ആയാലും അത് ഉള്ളിൽ ഒതുക്കിയിട്ട് ആ ഫ്രസ്ട്രേഷൻ കഴിഞ്ഞു പോയ വിഷയങ്ങൾ പാസ്റ്റിൽ പോയി തിരിഞ്ഞ് യുദ്ധം ചെയ്യുന്നതല്ലേ. അപ്പോൾ പാസ്റ്റിൽ പോയിട്ട് വീണ്ടും മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതിൽ പുറമോട്ട് പോയി ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്തിട്ട് തിരിച്ചു വന്ന് പ്രസൻറ്റിലേക്ക് വരാനുള്ളൊരു കഴിവും ഇവർക്കുണ്ട്. ഇത് ഞാൻ ടൈം ട്രാവലൊന്നും അല്ല പറയുന്നത്. കഴിഞ്ഞു പോയൊരു പ്രശ്നത്തെ പോയിട്ട് നമ്മളാണെങ്കിൽ അങ്ങ് വിട്ടുകളയാം. ആ പ്രശ്നം അയ്യോ ഇതിന് സോൾവ് ചെയ്യാൻ പറ്റില്ല, അതിന് എന്ത് ചെയ്യും, അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്നൊക്കെ ചിന്തിക്കും. ഇവരങ്ങനെയല്ല, വീണ്ടും അതിൻ്റെ പുറകിന് പോയി അത് യുദ്ധം ചെയ്ത് അത് വിജയിച്ച് വരും. മുന്നോട്ട് പോകുമ്പോൾ ജീവിതം മുന്നോട്ടല്ലേ പോകുന്നത്, ജീവിതം മുന്നോട്ട് പോകുമ്പോഴും പുറമോട്ട് തിരിഞ്ഞ് അതിനെ കൈകാര്യം ചെയ്യാനുള്ളൊരു കഴിവ് ഇവർക്കുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുന്നത് ഈക്വലായിട്ട് എല്ലാവരെയും ഒരേപോലെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, ഈ വലുത് ചെറുത് അങ്ങനെയൊന്നും ഇല്ലാതെ എല്ലാവരെയും ഈക്വലായിട്ട് കൈകാര്യം ചെയ്യാനുള്ളൊരു കഴിവ്. അതുപോലെ തന്നെ ദേഷ്യം കൊണ്ടും ഈഗോ കൊണ്ടുമാണ് പലപ്പോഴും ഡിപ്രസ്ഡ് ആയിട്ട് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റാതായി പോകുന്നത്. നല്ല കഴിവുള്ള ആൾക്കാരാണ്, മറ്റുള്ളവരെ സ്നേഹിക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ തങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നവരുടെ അടുത്ത് പോലും
ഈ ആറ്റിറ്റ്യൂഡ് കാണിച്ചും ഡിപ്രസ്ഡ് ആവുന്നതും ദേഷ്യം കൊണ്ടും അല്ലെങ്കിൽ ചില സമയത്ത് നമ്മുടെ വിവരദോഷം കൊണ്ടും ചിന്താധാരകൾ കൊണ്ടുമൊക്കെ ഇവർ ഒരു ഈഗോ അടിച്ചിട്ട് പിന്നെ അങ്ങോട്ട് കയറാൻ ഇവർക്ക് ഭയങ്കര ചമ്മലും മടിയുമായിരിക്കും. അതൊക്കെ മാറ്റണം കേട്ടോ. അതൊക്കെ മാറ്റിയില്ലെങ്കിൽ വലിയ പാടാണ് പിന്നെ ജീവിക്കാൻ. അതുപോലെ തന്നെ ഇവരെ ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരോട് പിന്നെ അടുക്കാൻ ഭയങ്കര പാടായിരിക്കും. തങ്ങളുടെ വിശ്വാസത്തിലുള്ള ദൃഢത, ഒരു ആർച്ചറിന് വേണ്ട എല്ലാ ക്വാളിറ്റിയും, ദൃഢനിശ്ചയവും, അതുപോലെ തന്നെ യുദ്ധത്തിനുള്ള കഴിവും, പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനുള്ള കഴിവും, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി യോജിപ്പിച്ച് എല്ലാവരെയും വെറുപ്പിക്കാതെ കൊണ്ടു നടക്കാനുള്ള കഴിവും എല്ലാം ഇവർക്കുണ്ട്. മുന്നോട്ട് ഒരുപാട് വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പം ഡിപ്രസ്ഡായി ഇരുന്ന് പോകും, ചില സമയത്ത് ഇറിറ്റേറ്റഡ് ആയി പോകും. അപ്പം അങ്ങനെയൊന്നും ആവാതെ ജീവിതം ക്ഷണികമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിത മൂല്യങ്ങളിൽ ഒരു സന്തുലനാവസ്ഥ, ഒരു ഇക്വിലിബ്രിയം കൊണ്ടുവന്നിട്ട് മുന്നോട്ട് പോയില്ല എങ്കിൽ വളരെ സക്സസ്ഫുൾ ആവേണ്ട ദ ബ്രൈറ്റ് സ്പിരിറ്റഡ് സാജിറ്റേറിയസ് സൈൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ ദ സൈൻ ഓഫ് ട്രാജഡി ആയി മാറും. ഒരു വലിയ തോൽവിയായിട്ട് ഇവർ മാറും. തോൽക്കേണ്ടവരേ അല്ല ഇവരും. പലപ്പോഴും ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ പുറകിന് പോവുകയും സ്നേഹം ഉള്ളിടത്ത് പോയി അല്ലെങ്കിൽ തങ്ങളോട് സ്നേഹം കാണിക്കുന്നവരുടെ അടുത്ത് ചൂഷണമൊക്കെ ഉണ്ടായാൽ പോലും അതൊക്കെ അങ്ങ് കണ്ണടച്ച് മുന്നോട്ട് പോയാണ് പലപ്പോഴും തോറ്റ് തുന്നം പാടി പോകുന്നത്. നിങ്ങൾക്കൊരു യോദ്ധാവിൻ്റെ മനസ്സാണുള്ളത്, ഒരു യോദ്ധാവിൻ്റെ സ്റ്റെബിലിറ്റിയാണുള്ളത്. അത് തളർന്നു പോയാൽ നിങ്ങൾക്ക് മുന്നോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ജീവിതമാകുന്ന യുദ്ധക്കളത്തിന് മുന്നോട്ട് പോകുമ്പം നമ്മൾ ഹിസ്റ്ററികളിലൊക്കെ പഠിച്ചിട്ടുള്ള പോലത്തെ യുദ്ധക്കളത്തിൽ തളർന്ന് വീണു പോയ യോദ്ധാവിനെ പോലെ ആവാതെ നിങ്ങളുടെ കഴിവുകളെ, ഞാൻ പറഞ്ഞ വളരെ കമ്പാഷനേറ്റ് ആയിട്ടുള്ള, വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള, വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള, നല്ല കപ്പാസിറ്റിയുള്ള, വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ ഭാഗ്യ നേച്ചറും സപ്പോർട്ട് ചെയ്യുന്ന രാശിയാണ് ധനുരാശി. ധനു യുദ്ധരാശിയാണ്, ജീവിക്കാൻ വേണ്ടി വന്നവരാണ്, ഫാദർലി നേച്ചറാണ്. അതായത് ഒരു കുടുംബത്തിൻ്റെ നാഥനാണ് അച്ഛൻ. അതുപോലെ തന്നെ പലരുടെയും പല വിഷയങ്ങളുടെയും പല കാര്യങ്ങളുടെയും നാഥനായി മാറേണ്ടവരാണ് ശരിക്കും സാജിറ്റേറിയസ് സൈൻ. അതാണായാലും പെണ്ണായാലും. അപ്പോൾ ആ സൈനിന് വേണ്ട എല്ലാ ക്വാളിറ്റിയും ഉള്ളവരാണ്. ഇവരുടെ ദുർബലതയാണ് പലപ്പോഴും ഇവർ ചെയ്യുന്ന പ്രവർത്തികൾ. ഇവരുടെ ഒരു ലോയലിറ്റി ഉണ്ട്, ഒരു ധാർമ്മിക ബോധമുണ്ട്. വ്യാഴത്തിൻ്റെ മൂലത്രികോണ രാശിയാണിത്. അതുകൊണ്ട് തന്നെ ആ ഒരു ധർമ്മബോധം നഷ്ടപ്പെട്ടു പോകുന്ന, ലോയലിറ്റിയും മോറൽ വാല്യൂസും നഷ്ടപ്പെട്ടു പോകുന്ന പ്രവർത്തികൾ ചെയ്താൽ നിങ്ങൾക്കെതിരെ തിരിയുന്ന അമ്പുകളായിട്ട് അത് വരും. നന്മയുടെ മാസ്കായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും പിന്നീട് അത് പൊളിഞ്ഞു വീണ് അത് നിങ്ങളുടെ വിധിയെ തന്നെ മാറ്റുന്ന ആയുധങ്ങളായിട്ട് മാറും. പതുങ്ങിയിരിക്കുന്ന ചതിക്കുഴികളായിട്ട് അത് മാറും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നിങ്ങളുടെ കഴിവുകളെ നോക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. ഹൈലി സക്സസ്ഫുൾ ആവുന്ന രാശിയാണ്. എനിക്ക് വളരെ പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സൈനാണ്. ഒരുപാട് ക്വാളിറ്റികളുള്ള ഒരു സൈനാണ് സാജിറ്റേറിയസ് സൈൻ. ഇത് പറയുമ്പം ഒരു കാര്യം കൂടെ പറയാം. ഇതിലെ നക്ഷത്ര ഫലങ്ങൾ വളരെ വിചിത്രവുമാണ്. എന്നാൽ രാശിയുടെ ഫലം വേറെയാണ്. സാധാരണ നമ്മൾ നക്ഷത്ര ഫലങ്ങളുടെയും രാശിഫലവും കൂടെ നക്ഷത്രങ്ങളുടെ ഫലങ്ങളെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചാൽ രാശിയുടെ ഫലം വരും. പക്ഷേ ഇവിടെ മൂലത്തിൻ്റെ ഫലമല്ല പൂരാടത്തിൻ്റെ ഫലമല്ല ഉത്രാട ആദ്യം ഭാഗത്തിന്. 7ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ലഗ്നാധിപൻ്റെ ശത്രുവാണ്. അത് നീചനാവുന്നത് ലഗ്നാധിപൻ്റെ തന്നെ രാശിയും 4ാം ഭാവത്തിലുമാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തേണ്ട ആൾക്കാരാണ്. ഇമോഷണലി വീക്ക് ആവാതിരിക്കാൻ നന്നായി ശ്രദ്ധിക്കുക. അടുത്ത രാശി എന്ന് പറയുന്നത് ഏറ്റവും അപകടകാരിയായിട്ടുള്ള 12 രാശികളിൽ ഏറ്റവും അപകടകാരികളായിട്ടുള്ള ആളുകൾ ഉണ്ടായിട്ടുള്ള, എന്നാൽ വളരെ സാധുക്കളായിട്ടുള്ള ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. പക്ഷേ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന മുതലെയുള്ള രാശി മകരം രാശി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നമസ്കാരം.